ഹായ് ഫ്രണ്ട്സ്, ഹോഴ്സ് റൈഡിങ്ങിന് പറ്റിയൊരു കിടിലൻ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചങ്കാനസിനും കൂട്ടി നേരെ പോയത് ഷാർജ അജ്മാൻ ബോർഡറിലുള്ള ഡെസേർട്ട് റൈഡേഴ്സ് സ്റ്റേബിളിലേക്കാണ്. ഏർലി മോർണിംഗ് 5:30 ഇവിടെ എത്തി. ഇവിടുത്തെ ലൈറ്റും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കൂടെ ഒരു കിടിലൻ ഫീൽ തന്നെയായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ദുബായ് ഗവൺമെന്റ് ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു ഈ വീക്കിൽ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത്. പോകുന്ന വഴി ചെറിയ ചാറ്റൽ മഴയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിംഗ് ഏരിയ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളെ കൂടാതെ അവിടെ ഏകദേശം 10-34 ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന ഉടനെ നമുക്ക് ഹോഴ്സിനെ ഫീഡ് ചെയ്യാനും അതേപോലെ തന്നെ അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വന്ന് നമ്മളെല്ലാവരും ഹോഴ്സിന് ഫീഡ് ചെയ്തു, അതേപോലെ തന്നെ കുറച്ച് ടൈം അവരോട് സ്പെൻഡ് ചെയ്തു. ഏകദേശം 15 to 20 ഹോഴ്സസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഇവിടുത്തെ ഹോഴ്സസ് ഒക്കെ തന്നെയും വളരെയധികം ട്രെയിൻഡ് ആണ് കേട്ടോ. കാരണം നമ്മൾ അടുത്ത് പോകുന്ന ടൈമിൽ അത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രത്യേകം ഇവിടെ അടുത്ത് പറയേണ്ട സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോഴ്സ് ട്രെയിനർമാർ തന്നെയാണ്. വളരെ ഫ്രണ്ട്ലി നേച്ചറും അതേപോലെ തന്നെ നല്ല ഹൈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ട്രെയിനർമാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഹാഫ് ആൻ അവർ നമ്മൾ ഹോഴ്സസിന്റെ കൂടെയൊക്കെ മിങ്കിൾ ചെയ്യും. അതിനുശേഷം അവർ ഓരോ ഹോഴ്സിനെയും ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്ത് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് പുറത്തു കൊടുന്ന് ടൈ ചെയ്ത് വെക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോഴ്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മളൊരു 3 ടീമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ടീമിൽ ഏകദേശം 12 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഔട്ട് സൈഡ് ഹാഫ് ഡെസേർട്ടിൽ ഹോഴ്സ് റൈഡിങ് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇൻസൈഡ് സർക്കിളിൽ അവർ ആദ്യം ഒരു ട്രെയിനിങ് തരും. അങ്ങനെ ആദ്യം അവർ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ടെക്നിക്സ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും. അവിടെ നിന്ന് പിന്നെ നമുക്കൊരു 20 to 30 മിനിറ്റ്സ് നമുക്ക് ഈ ഹോഴ്സ് റൈഡിങ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇൻസൈഡ് സർക്കിളിൽ. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹോഴ്സ് റൈഡിങ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവരെല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് ഈ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 100% നമുക്കിത് എൻ്റർടൈനിങ് ആയിരിക്കും. അങ്ങനെ ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫീൽ ചെയ്യും ഹോഴ്സ് റൈഡിങ്. അങ്ങനെ ഫസ്റ്റ് ബാച്ചിൻ്റെ ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഹെവി മഴ തന്നെ അവിടെ കിട്ടി. നല്ല ഹെവി ആയിട്ടുള്ള മഴയായിരുന്നെങ്കിലും അവിടെ നിന്നിരുന്ന ഒരു 3-4 പേർക്ക് ഈ മഴയത്ത് ഹോഴ്സ് റൈഡിങ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഏകദേശം 10 to 15 മിനിറ്റ്സ് ആ റൈഡ് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും മഴ വീണ്ടും ഹെവി ആയി. അങ്ങനെ നല്ല ഹെവി മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പററി ആയിട്ട് ഹോഴ്സ് റൈഡിങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ റെസ്റ്റിംഗ് ഏരിയയിൽ ഗ്യാദർ ചെയ്തു. ഈ ഹെവി മഴ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസിലുള്ള കുതിരകളൊക്കെ അവർ തിരിച്ച് ഷെൽട്ടറിലേക്ക് തന്നെ കൊണ്ടുവന്നു. നമ്മളവിടെ ഗ്യാദർ ചെയ്യുമ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ്സ് നമുക്ക് കോഫി ടീ ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ റൈഡിങ്ങിനിടയിൽ ഉണ്ടായിരുന്ന കുറെ ഫണ്ണി മൊമെന്റ്സ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അങ്ങനെ മഴ നിന്നപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഹോഴ്സസിനൊക്കെ കൊണ്ട് നേരെ ഹാഫ് ഡെസേർട്ടിലേക്ക് റൈഡിങ്ങിനുമായിട്ട് പോയി. നമ്മളിവിടെ ഓൾമോസ്റ്റ് 35 പേരോളം ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് ഒരു 4-5 പേര് മാത്രമാണ് ഹാഫ് ഡെസേർട്ടിലേക്ക് പോയത് റൈഡിങ്ങിനായിട്ട്. ഓപ്പൺ ഹാഫ് ഡെസേർട്ടിൽ ഈ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്ന ടൈമിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. ഇൻസൈഡ് സർക്കിളിൽ നമുക്ക് പറഞ്ഞ ബേസിക് ടെക്നിക്സ് വെച്ച് നമ്മൾ ഓപ്പൺ ഡെസേർട്ടിൽ റൈഡ് തുടങ്ങി.